ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. തനുവിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന്റെ കാരണക്കാരൻ ഞാൻ തന്നെ. നിങ്ങൾ ചിന്തിക്കുന്നത് എന്താന്ന് എനിക്കറിയാം. തനുവിനെ നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചു. അവളുടെ കള്ളത്തരം നിങ്ങൾക്ക് ഒരിക്കലും സഹിക്കാനാവില്ല. ആദ്യം ആലിയ, ഇപ്പൊ തനു. ഇവരൊക്കെ ചതിക്കുമ്പോ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. നീ എപ്പോഴും പറയുമായിരുന്നില്ലേ എന്റെ ഏത് സിറ്റുവേഷനിലും എന്റെ കൂടെ ഒപ്പം കാണുമെന്ന്. ഇന്നെനിക്ക് നിന്റെ പ്രസൻസ് ആവശ്യമാണ് പ്രിയ. നിങ്ങൾ പറയൂ, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന്. ഇപ്പൊ ഞാൻ കാരണമല്ലേ എന്റെ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലായിരിക്കുന്നത്. ഐ ആം ഫീലിംഗ് സോ ഗിൽറ്റി. ഞാൻ ഒരിക്കലും അവളോട് ചെയ്യാൻ പാടില്ലായിരുന്നു ഇങ്ങനെയൊക്കെ. ചിലപ്പോ ഞാൻ പറയുന്നൊക്കെ കേട്ടിട്ട് ടെൻഷൻ കാരണം അവള് തലകറങ്ങി വീണതായിക്കൂടെ. അല്ലെങ്കിൽ ഞാൻ വിളിച്ചത് കേട്ട് ഞെട്ടിയിട്ട് അതിന്റെ ഷോക്കിൽ തെറ്റി വീണതായിക്കൂടെ. ഐ ഡോണ്ട് നോ. അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ എന്താ ചിന്തിക്കേണ്ടത്? ഒരുപക്ഷെ ഞാൻ അവളെ പറഞ്ഞു വിട്ടില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഒരിക്കലും. ഇപ്പോ എന്റെ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലായിരിക്കുന്നത് അത് ഞാൻ കാരണം. ഞാൻ ഒറ്റ ഒരുത്തൻ കാരണം ഇപ്പോ അതിന്റെ ജീവൻ നഷ്ടപ്പെടുന്നുള്ള അവസ്ഥയാ. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാൽ പ്രിയ, പിന്നെ എനിക്ക് എന്നോട് തന്നെ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. നോക്കൂ, ഇപ്പൊ ഇങ്ങനെ ഉണ്ടായതൊന്നും നിങ്ങൾ കാരണം സംഭവിച്ചതല്ല. ഇതിലൊന്നും നിങ്ങളുടെ ഒരു തെറ്റുമില്ല. പിന്നെ ആ കുഞ്ഞിന്റെ ജീവനെ കുറിച്ച് ഓർത്താണ് ഈ ടെൻഷനെങ്കിൽ അതിനൊന്നും സംഭവിക്കില്ല. ഇതുവരെ ഈ ലോകത്ത് വരാത്ത ആ കുഞ്ഞിന് ഇവിടെ ഉള്ളവർ ചെയ്ത് കൂട്ടുന്നതിന്റെ ഫലം ഒന്നും ഒരിക്കലും അനുഭവിക്കേണ്ടി വരില്ല. താനു ചെയ്യുന്ന തെറ്റുകളുടെ ഫലം ആ കുഞ്ഞൊരിക്കലും അനുഭവിക്കേണ്ടി വരില്ല. ഒന്നും അറിയാത്ത ആ കുഞ്ഞിന്റെ മേൽ ഈശ്വരൻ ഒരിക്കലും മറ്റുള്ളവർ ചെയ്തതിന്റെ ശിക്ഷ നൽകില്ല. എനിക്കറിയാം. ഈ കുഞ്ഞ് മറ്റൊരാളുടേതാണെങ്കിൽ പോലും നിങ്ങൾ ഇതുപോലെ ടെൻഷനായേനെ. നിങ്ങൾ എപ്പോഴും ആ കുഞ്ഞിനെ ശ്രദ്ധിച്ചിരുന്നു. തനുവിന്റെ പ്രഗ്നൻസിയിൽ നിങ്ങൾ അവളെ സഹായിച്ചിട്ടുണ്ട്, അവളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ആ കുഞ്ഞ് നിങ്ങളുടേതല്ല. അഭിഷേക്, ഡോക്ടർ, തനു എങ്ങനെയുണ്ട്? എന്റെ കുഞ്ഞ് ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ ഈ ആക്സിഡന്റിന്റെ കാരണക്കാരൻ നിങ്ങൾ ഒരാൾ മാത്രമാണ്. അതെ, അവർ 7 മാസം പ്രഗ്നന്റ് ആണ്. അഥവാ അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങണമെന്നുള്ളപ്പോ നിങ്ങൾക്കൊന്ന് സഹായിച്ചുകൂടായിരുന്നു. പക്ഷെ കുഞ്ഞെങ്ങനെയുണ്ട്? ഹൗ ഈസ് തനു? ഇങ്ങനെയുള്ള സമയത്ത് സാധാരണ ഞങ്ങൾക്ക് പ്രീ മെച്യൂർ ഡെലിവറിയാണ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ ഈ പ്രീ ഡെലിവറിയുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ് ആരെങ്കിലും ഒരാളെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, പക്ഷെ ഇപ്പൊ ഒരു കുഴപ്പമില്ലല്ലോ അല്ലെ? തനുവിനും കുഞ്ഞും എങ്ങനെയുണ്ടെന്നൊന്ന് പറയൂ ഡോക്ടർ, പ്ലീസ്. കുഞ്ഞിനിപ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെ വൈഫും ഇപ്പോൾ കോൺഷ്യസ് ആയി. പക്ഷേ അവരൊരുപാട് കരയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് തവണ ചോദിച്ചു ഈ ആക്സിഡന്റ് എങ്ങനെയാണ് ഉണ്ടായതെന്ന്. പക്ഷെ അവരതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നത് അവർ മെന്റലി ഒരുപാട് തകർന്നിട്ടുണ്ടാവും. ആ കാരണത്താലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഡോക്ടർ, എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുമോ പ്ലീസ്? നിങ്ങൾക്ക് അവരെ എപ്പോഴും വേണമെങ്കിലും കാണാം. ഞങ്ങൾ അവരെ പ്രൈവറ്റ് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവരെ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നത് നന്നായിരിക്കും. കാരണം അവർക്ക് ഇനി ഡിപ്രഷൻ ഉണ്ടാവാൻ പാടില്ല. താങ്ക് യു ഡോക്ടർ. വെൽക്കം. ഞാൻ ഇന്ന് അദ്ദേഹത്തോട് തനുവിന്റെ സത്യാവസ്ഥ പറയാനിരുന്നതാ. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. ഈ അബിന്ന് എന്നെ ഇവിടെ വെച്ച് കണ്ട ഞാനിവിടെ വന്നതിന് പറയാൻ ഒരു കാരണം പോലും എനിക്ക് കിട്ടില്ല. അബി, എന്തോ അടുത്ത ശല്യം അബി പോരാഞ്ഞിട്ടാണോ അടുത്ത ഇവനും? ഇവൻ എന്നെ കണ്ട ഇവൻ തീർച്ചയായും എന്നെ അബിയുടെ മുന്നിൽ എത്തിക്കും. തനുവിന് ബോധം വീണെന്ന് ഡോക്ടർ പറഞ്ഞു. ബോധം വന്നോ? നീ ഒരു കാര്യം ചെയ്യ്, എല്ലാവരോടും ഒന്ന് പറഞ്ഞേക്ക്. ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ. ഇത്ര പെട്ടെന്ന് ബോധം വന്നോ? ഇനി രചന പറഞ്ഞത് സത്യമാവോ? ഇതൊക്കെ തനുവിന്റെ ഡ്രാമ തന്നെയായിരിക്കും.
അദ്ദേഹം ഇപ്പൊ തന്നെ ടെൻഷനില്ല. ഇനി ആ തനു എന്തെങ്കിലും പറഞ്ഞ് അദ്ദേഹത്തെ പേടിപ്പെടുത്താതിരുന്നാ മതി. ഞാനും കൂടെ പോകാം. വളരെ പെട്ടെന്ന് എത്തിയല്ലോ. എന്താ എന്നെ കണ്ടിട്ട് നിനക്ക് സന്തോഷമായില്ലേ? നീ ഇത് തന്നെയല്ലേ ആഗ്രഹിച്ചത്? ഞാനിവിടെ വരണം, നിന്റെ പ്ലാൻ അനുസരിച്ച് എന്നെ കൊടുക്കണം. നീ വളരെ പെട്ടെന്ന് വന്നല്ലോ. എന്താ എന്നെ കണ്ടിട്ട് നിനക്ക് സന്തോഷമായില്ലേ? നീ ആഗ്രഹിച്ചത് ഇതല്ലേ പ്രിയ? ഞാനിവിടെ വരണം, നിന്റെ പ്ലാൻ അനുസരിച്ച് നിനക്കെന്നെ കൊടുക്കണം. മനഃപൂർവം നീ തനുവിനെ പടിയിൽ നിന്ന് തള്ളിയിട്ടിട്ട് എന്നെ ഫോൺ വിളിച്ചു. ഞാൻ പേടിച്ച് എല്ലാം മറന്ന് ഓടി ഇവിടേക്ക് വരാൻ. പിന്നെ ഞാൻ തനുവിനെ കാണാൻ അവളുടെ റൂമിൽ കയറിയിട്ട് അവളുമായി സംസാരിക്കുമ്പോ നിനക്ക് അബിയെ അവിടേക്ക് കൊണ്ടുവന്ന് എന്നെ അവിടെ വെച്ച് പിടിക്കണം അല്ലേ പ്രിയ? വളരെ നല്ല പ്ലാൻ ആയിരുന്നു പ്രിയ ഇത്. പക്ഷെ ടാർഗറ്റ് തെറ്റിപ്പോയി. ഇതുപോലുള്ള വൃത്തികെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനാകൂ. എനിക്കിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ അമ്മ എല്ലാ ജീവിതങ്ങളെയും ബഹുമാനിക്കാനാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ ചെയ്യുന്നതിലൊന്നും ആ പാവം കുഞ്ഞിന് ഒരു പങ്കുമില്ല. അതുകൊണ്ട് ആ കുഞ്ഞിന്റെ കാര്യം ഓർത്ത് എനിക്ക് ടെൻഷനുണ്ട്. അതുകൊണ്ട് മാത്രം ആ കുഞ്ഞിന്റെ ജീവൻ ആപത്തുണ്ടെന്ന് കണ്ടപ്പോ അതിന്റെ അച്ഛനെ ഞാൻ ഇൻഫോം ചെയ്തത്. ആ കുഞ്ഞിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചേ പറ്റൂ. കാരണം ആ പാവത്തിനെ കുറിച്ച് അതിന്റെ അച്ഛനും അമ്മയ്ക്കും യാതൊരു ചിന്തയുമില്ല. രണ്ടുപേരും ആ കുഞ്ഞിനെ ഇതുവരെ ഉപയോഗിച്ചിട്ടേ ഉള്ളൂ. മനുഷ്യത്വം കുറച്ചെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ നോക്ക്. നിന്റെ ഈ പ്രസംഗം ഇങ്ങോട്ട് വേണ്ട. ശരി, സമ്മതിച്ചു. ഈ ആക്സിഡന്റ് ചെയ്തത് നീയല്ല. അപ്പൊ ഞാൻ പറയുന്നത് നീ കേക്ക്. വളരെ പെട്ടെന്ന് തന്നെ തനുവിന്റെ അതേ അവസ്ഥ തന്നെ നിനക്കുമുണ്ടാവും. കാരണം നിങ്ങൾ തനുവിന്റെ മോഷണം കൈയോടെ പിടിച്ച സമയത്ത് അബി നീയുമായി നന്നായി അടുത്തേനെ. പക്ഷെ ഈ ആക്സിഡന്റിന് ശേഷം അഭിഷേക് മേനോൻ തനുവിനെ വീടിന് പുറത്താക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ അവൻ ആ കുഞ്ഞിനെ ഓർത്ത് വളരെ ഇമോഷണലാണ്. പക്ഷെ ആ കുഞ്ഞ് അവന്റേതല്ല, എന്റേതാണ്. ഇത്രയും നാണം കെട്ടൊരു മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. തന്റെ കുഞ്ഞവിടെ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ മല്ലടിക്കുമ്പോ താനിവിടെ ലാഭം നോക്കി സംസാരിച്ചോണ്ടിരിക്കുക. തന്നെ പോലുള്ള ആൾക്കാരോട് സംസാരിക്കാൻ എനിക്ക് നാണക്കേട് തോന്നാ. ദൈവം വേണമെങ്കിൽ എന്നെ ശപിച്ചോട്ടെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും അച്ഛനും അമ്മയാണെന്ന് പറയാനുള്ള അവകാശമില്ല. ഇവളോട് ഞാൻ എന്താ പറയാ? ഞാനിപ്പോൾ സോറി പറഞ്ഞാൽ പോലും അതൊരു ചെറിയ കാര്യമായി പോയില്ലേ? എന്താ ചെയ്യൂ ഇപ്പോ? തനു തെറ്റ് ചെയ്തതിനാണ് നിങ്ങൾ അവൾക്ക് ശിക്ഷ നൽകിയത്. എന്നാൽ അതിന്റെ തനു ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ ബലം ഒരിക്കലും ദൈവം ഒന്നും അറിയാത്ത കുഞ്ഞിന് കൊടുക്കില്ല. നിങ്ങൾ വളരെ ബ്രേവാണ്, ഒത്തിരി ധൈര്യശാലിയുമാണ്. നിങ്ങളുടെ അവസ്ഥ കണ്ട് ഞങ്ങളും ശരിക്കും പേടിച്ചുപോയി. പ്രഗ്നൻസിയുടെ ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഒരു ആക്സിഡന്റ് വളരെ ഡേഞ്ചറസ് ആണ്. നിങ്ങൾ ശരിക്കും ഒറ്റയ്ക്കാണ് പോരാടിയത്, നിങ്ങളുടെ കുഞ്ഞിനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി. മിസ്റ്റർ മേനൻ, ഇനിയുള്ള 2 മാസം നിങ്ങൾ ഇവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവർക്കിനി ഒരു സ്ട്രെസ്സും ഉണ്ടാകാൻ പാടില്ല. അതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാ. പിന്നെ ഇവരുടെ മെഡിസിൻസും കൃത്യസമയത്ത് തന്നെ കൊടുക്കണം കേട്ടോ. ആ ശീലം ഇവിടെ തന്നെ ആയിക്കോട്ടെ. ഈ മെഡിസിൻസ് ഡിന്നറിന് ശേഷം ഇവർക്ക് കൊടുക്കും. ഈ സംഭവിച്ചതിനെ കുറിച്ച് ഓർത്ത് എന്റെ ഫാമിലി വല്ലാത്തൊരവസ്ഥയില്ല. ഇനി ഞാൻ മാത്രമല്ല, എന്റെ ഫാമിലി മുഴുവൻ തനുവിനെ കെയർ ചെയ്തോളും. ഗുഡ് നൈറ്റ്. പ്രിയ ഇല്ലായിരുന്നെങ്കിൽ ഞാനിന്ന് എന്ത് ചെയ്യുന്നു പോലും അറിയില്ലായിരുന്നു. ഐ വിഷ് പ്രിയ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവളുടെ മുഖം കാണാൻ പറ്റിയേനെ. എത്ര ഹാപ്പി ആയിരുന്നു അവൾ. അവളുടെ മുഴുവൻ ടീമും എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നോക്കി. എന്റെ കുഞ്ഞെന്റെ കൂടെയുള്ള കാലം വരെയും ആർക്കും എന്നെ അബിയിൽ നിന്ന് അകറ്റാൻ കഴിയില്ല. വീണ്ടും ആ കുഞ്ഞിനെ ഓർത്ത് ഇമോഷണൽ ആവുകയാണ്. ഞാൻ പേടിച്ചത് തന്നെ സംഭവിക്കുന്നു. ഒരു തവണ കൂടി
ഞാൻ ജയിച്ചിട്ട് തോറ്റു, തനു തോറ്റിട്ട് ജയിച്ചു. കാര്യങ്ങളൊക്കെ മാറുന്നില്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തനുവിനിപ്പൊ സംഭവിച്ചതെല്ലാം അദ്ദേഹം കാരണമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന എല്ലാത്തിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുക. മോളെ, നീ ഒട്ടും ടെൻഷൻ അടിക്കണ്ട. നീ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടതല്ലേ. അതൊക്കെ കഴിഞ്ഞാണ് നിനക്ക് ഈ ദിവസം കിട്ടിയത്. എല്ലാം ശരിയാവും. ഇതുവരെ എത്തിയ സ്ഥിതിക്ക് ഇനിയുള്ള ദിവസങ്ങൾ നല്ലതാവും മോളെ. അതെ മോളെ, അഭി ഈ ആക്സിഡന്റിന്റെ കുറ്റം സ്വയം ഏറ്റെടുക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ തന്നെ തനുവിനെ വീട്ടിൽ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞേനെ. പക്ഷെ ഇതില് അഭിയുടെ ഒരു തെറ്റുമില്ലല്ലോ. ആ പാവത്തിന് സത്യം അറിയില്ല, നമ്മൾ പറഞ്ഞിട്ടുമില്ല. ആ തനുവില്ലേ, അവളുടെ സമയം നല്ലതാ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൾ പിടിക്കപ്പെടുന്നതേ ഇല്ല. ഇത്തവണ അവൾ രക്ഷപ്പെടുമെന്നാണോ നീ വിചാരിക്കുന്നേ? മോളെ, ഇനി നീ അധികം ചിന്തിക്കണ്ട. പിന്നെ സംഭവിച്ചതൊക്കെ മോശം സമയത്താണ് എന്ന് വിചാരിക്കുക. ഇനി ദൈവത്തിന്റെ ആഗ്രഹം തനുവിന്റെ സത്യം മുഴുവനായും അഭിയുടെ മുന്നിൽ കൊണ്ടുവരാനായിരിക്കും. അപ്പോഴേ അവൾ ശരിക്കും നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നിന്ന് പുറത്താവൂ. അതിനുശേഷം തനു ജീവിച്ചാലും മരിച്ചാലും അഭി അവളെ ഒന്ന് നോക്കുക പോലുമില്ല. കുറച്ച് സമാധാനിക്കും മോളെ. നമുക്ക് ഉറപ്പായും ഒരു വഴി കണ്ടുപിടിക്കാം. ആന്റിക്ക് എങ്ങോട്ടും പോവാനില്ലേ? ഈ രാത്രിയിൽ എവിടെ പോവാനോ? ഞാൻ ഉദ്ദേശിച്ചത് വല്ല വെള്ളമോ അല്ലെങ്കിൽ ചായയോ കോഫിയോ എന്തെങ്കിലും കുടിക്കാൻ. കോഫി കുടിക്കുന്നേ? ആ അതെ, ഈ ഹോസ്പിറ്റലിൽ വളരെ നല്ലൊരു കോഫി മെഷീൻ ഉണ്ട്. അവിടെ നല്ല കോഫി കിട്ടും. ആന്റി അത് കുടിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഫ്രഷ് ആവും. വാ, നീ എന്റെ കൂടെ. ഞാൻ എന്തിനാ വരുന്നേ? എനിക്കിപ്പോ കോഫി കുടിക്കണമെന്നൊന്നുമില്ല. ഞാൻ ആന്റിക്ക് വേണ്ടി പറഞ്ഞതാ, ആന്റി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിട്ട്. ഞാൻ കോഫി കുടിക്കാനല്ല വിളിച്ചത്, കോഫി ഉണ്ടാക്കാനാ. അതിനകത്ത് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അത് മെഷീനാണ്. അതിനകത്തൊരു ബട്ടൺ ഉണ്ട്. അതിലൊന്ന് പ്രസ് ചെയ്താ നല്ല കോഫി കിട്ടും. ആ ബട്ടൺ ഉണ്ടല്ലോ, എനിക്ക് വേണ്ടി ആരമർത്തും? നീ അമർത്തും. വാ, വന്ന് കോഫി വാങ്ങി. ആന്റിക്ക് എന്റെ ആവശ്യം വരില്ല. അവിടെ ആ മെഷീന്റെ അടുത്ത് ആരെങ്കിലും കാണും. അവരാ ബട്ടൺ ആന്റിക്ക് കാണിച്ചു തരും. എനിക്കുണ്ടല്ലോ മമ്മിയുടെ അടുത്ത് കുറച്ചുനേരം ഇരിക്കണം. നിന്റെ മമ്മിയോട് പോകാൻ പറ. നിങ്ങൾ രണ്ടും ഇവിടെ വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. ബെറ്റ് എന്തായിന്നറിയാം. മമ്മിയുടെ കൂടെ ഇരിക്കണോന്ന്. എണീറ്റ് വാ. ചെല്ലടി. ആന്റി, എനിക്ക് ആന്റിയുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും ഇപ്പോൾ ഇല്ല. എങ്ങനെ മാപ്പ് ചോദിക്കണമെന്ന് എനിക്കറിയില്ല. കാര്യം ഞാൻ ചെയ്തതൊന്നും മാപ്പർഹിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ. പക്ഷെ ആന്റി എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്കെങ്കിലും പറഞ്ഞാൽ എനിക്ക് കുറച്ചെങ്കിലും സമാധാനം കിട്ടിയേനെ. പക്ഷെ ആന്റിക്ക് എന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആന്റി എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ആന്റിയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. തനുവാണ് ഇതൊക്കെ ചെയ്തു കൂട്ടിയെങ്കിലും ഇതിന്റെ യഥാർത്ഥ കാരണക്കാരൻ ഞാൻ തന്നെയല്ലേ. ഇതിന്റെയൊക്കെ ശിക്ഷ അനുഭവിക്കേണ്ടത് ഞാൻ തന്നെയല്ലേ ആന്റി. ഇനി ആന്റിക്ക് എന്നോട് വെറുതെ അങ്ങ് ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു, ആന്റിയുടെ ഇഷ്ടം പോലെ. പ്ലീസ് ആന്റി, ആന്റി എന്നെ അടിക്കേ. ആന്റിയുടെ കൈവച്ച് എന്റെ മുഖത്തേക്ക് തന്നെ അടിക്കേ. ഇല്ല മോനെ, എനിക്ക് നിന്നെ അടിക്കാൻ കഴിയില്ല. മരുമകനെ ഒരിക്കലും അടിക്കാൻ പാടില്ല. പക്ഷെ ഒരമ്മയ്ക്ക് മകനെ അടിക്കാലോ. മകനെ അടിക്കാം, ഞാനതിന് കൈപൊക്കും. ഈ കൈ പൊക്കുന്നത് എന്റെ മോന് അനുഗ്രഹം തരാൻ വേണ്ടി മാത്രമായിരിക്കും.
എപ്പോഴും സന്തോഷമായിട്ടിരിക്കെ ഞാൻ ഭഗവാനോട് ഇതുപോലുള്ളൊരു മകൻ ഉണ്ടാവണേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കും. ഭഗവാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും ആന്റിയെ പോലൊരു അമ്മയെ നൽകട്ടെ. ഇവൾക്കൊഴിച്ച് അയ്യോ, ഇതെന്തിനെങ്ങനെ ചാടി വരുന്നേ? നീ ഇന്ദു ചേച്ചിയുടെ കൂടെ കോഫി കുടിക്കാൻ പോയതല്ലേ? ഞാൻ പോയി മമ്മി. എന്നിട്ട് അവര് ബാത്റൂമിലോട്ട് ആദ്യം കയറ്റി, എന്നിട്ട് അതിന്റെ ഡോർ ലോക്ക് ചെയ്തു. അവിടെ എന്താ ചെയ്ത്? അവരിവിടെ കിടന്നപ്പോ നിലവിളിക്കുന്നുണ്ടാവും. അവര് നിലവിളിക്കട്ടെ, കുറച്ച് കഴിച്ചിട്ട് നമുക്ക് തുറന്നു വിടാം. അല്ലാതെ പിന്നെ നമ്മളൊന്നും പെറ്റി വെക്കാൻ പോലും അവർ സമ്മതിച്ചില്ലല്ലോ. നമ്മുടെ ഇടയിൽ കയറി ഇരിക്കുമല്ലായിരുന്നോ? അതുകൊണ്ട് ഞാൻ അവരെ പൂട്ടിയിട്ടത്. മമ്മി ഇത് പറ, രണ്ടാമത് പെറ്റി വെക്കാൻ തയ്യാറാണോ? റെഡിയാണോ മമ്മി? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഈ തനു നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു വരൂ? അതോ പ്രിയ തനു വരുന്നതിന് മുമ്പ് തന്നെ ഒരു നോ എൻട്രി ബോർഡ് അവിടെ വെക്കൂ? നിനക്കെന്ത് തോന്നുന്നേ? ആരാ ഇപ്രാവശ്യം ജയിക്കുക? നന്നായിട്ടൊന്ന് ആലോചിക്കും. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. കഴിഞ്ഞ തവണ ആ കൗശലക്കാരിക്ക് വേണ്ടിയാ ബെറ്റ് വെച്ചത്, എന്നിട്ട് തോറ്റു. പക്ഷെ ഇത്തവണ ആ ബുദ്ധിശാലിയായ പ്രിയയ്ക്ക് വേണ്ടി അവക്ക് സപ്പോർട്ടായിട്ട് ബെറ്റ് വെക്കാം. 20,000 രൂപയ്ക്ക് ബെറ്റ് വെക്കാം. പക്ഷെ ഇപ്പൊ നീ ആരുടെ കൂടെയാ? ഇത്തവണ ഞാൻ ബുദ്ധിശാലിയായ പ്രിയയുടെ സൈഡാ. എനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ട് മമ്മി. പ്രിയ തനുവിനെ എന്തായാലും വീട്ടിൽ കേറ്റില്ല. നീയുണ്ടല്ലോ തനുവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക. ഇവിടെ നിന്നും തനു നേരെ അഭിയുടെ വീട്ടിലേക്ക് തന്നെ പോകും. പിന്നെ പ്രിയയുടെ വായ അടപ്പിക്കുകയും ചെയ്യും. ആണോ? ആ, അത്രയ്ക്ക് കോൺഫിഡൻസ്? ഉറപ്പ്. ഓക്കെ, റെഡി. പിന്നെ ഇത്തവണ ഞാൻ ജയിച്ചു കഴിഞ്ഞാ കഴിഞ്ഞ തവണത്തെ കണക്ക് തുല്യം. അത് സമ്മതമാണല്ലോ? സമ്മതിച്ചു. ഇത്തവണയും ഞാൻ ജയിച്ചാ ഈ ബെറ്റിന്റെ പൈസ ഇരട്ടിയാവും. അതായത് 40,000. എന്താ നിനക്ക് സമ്മതമാണോ? യെസ് യെസ്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചിരിക്കാതെ അവരെ ബാത്റൂമിൽ നിന്ന് തുറന്നു വിട്. ഇല്ലെങ്കിൽ അവര് നിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിക്കും. ഒന്ന് വേഗം ചെല്ല്. ബെറ്റ് വെക്കുന്ന ധൃതിയിലെ ഞാനതങ്ങ് മറന്നുപോയി. മതി മതി. ഈ ഹോസ്പിറ്റലിൽ കഴിയുന്ന എത്ര ബോറായിട്ടുള്ള കാര്യ. ഇരുന്നിരുന്ന് എന്ത് ചെയ്യാനാ? ഇനി അഭിമാനമാണോ? നഴ്സ്, നിങ്ങൾ ഒന്ന് ഡോക്ടറെ വിളിക്കൂ. എനിക്ക് നല്ല വേദനയുണ്ട്. നിഖിൽ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? എന്താ സ്വീറ്റി, എനിക്ക് നിന്നെ കാണാൻ വന്നൂടെ? എന്റെ തനുവിന് ആക്സിഡന്റ് ആയിട്ട് എനിക്ക് കാണാൻ വന്നൂടെ? നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും, എനിക്കറിയാതെ. നീ ആ ഫോൺ കോളിന്റെ കാര്യം മറന്നേക്ക്. എന്റെ പ്ലാൻ മുഴുവൻ കുളമായിരുന്നു. എനിക്കുണ്ടായ അതേ വിഷമം തന്നെ നിനക്കും ഉണ്ടായിരുന്നില്ലേ? എനിക്കറിയാതെ. അതാ പെട്ടെന്ന് ദേഷ്യം വന്നത്. നീ അതെല്ലാം മറന്നേക്കും. എനിക്കിനി അതേക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ വന്നത് നിന്നെ കാണാൻ, നമ്മുടെ കുഞ്ഞിന്റെ അവസ്ഥ അറിയാനാ ഞാൻ വന്നത്. എന്താ പറ? വളരെ പെട്ടെന്ന് നിനക്ക് ഓർമ്മ വന്നല്ലോ. ആദ്യം എന്താ ചോദിക്കാൻ വരാത്തത്? എന്റെ മോളെ, നീ എന്താ ഈ പറയുന്നേ? വൈകുന്നേരം മുതൽ ഞാനിവിടെ ഉണ്ട്. ഇവിടെ വന്ന് നിന്നെ ഒരു നോക്കി കാണാനും നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് അന്വേഷിക്കാനും എത്ര നേരം ഞാൻ കാത്തു നിൽക്കാന്നറിയോ? നിനക്കറിയോ, മുഴുവൻ ഫാമിലി വെളിയിലുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ ഒളിച്ചാ ഇങ്ങോട്ട് വന്നത്. പിടിക്കപ്പെട്ട എന്താ സംഭവിക്കുന്ന അറിയാലോ സ്വീറ്റി. നിന്റെ ആ പ്ലാൻ കാരണം പകുതി പ്ലാനും കുളമായി കഴിഞ്ഞു. ഇനി ഞാനും കൂടെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ മുഴുവൻ എക്സ്പോസ് ആവും സ്വീറ്റി. അതൊന്നും നീ ചിന്തിക്കേണ്ട ഒരാവശ്യമില്ല.